യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. രക്ഷകനെ ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു, ഞങ്ങൾ വാഴ്ത്തുന്നു അങ്ങേ സ്തുതിക്കുന്നു. രാജാതിരാജവേ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം എൻ്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രികളിൽ ദൈവം നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസം ഓരോ നിമിഷവും നമ്മെ അതിശയമായിട്ട് അത്ഭുതകരമായിട്ട് എൻ്റെ ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കഴിവല്ല, സ്തോത്ര ഹല്ലേലൂയ. അതേ സ്തോത്രം. നാം ക്ഷീണിച്ച് തളർന്നു പോകുമ്പോഴും ബലം തന്ന് നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസത്തോടും ഉറപ്പോടും ധൈര്യത്തോടും കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ആയിരിക്കുക. സർവശക്തനായ ദൈവം നമുക്ക് ജയം നൽകും. ആമേൻ. ഇന്ന് ഇപ്പോഴത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു ഭാഗം വായിക്കാം. അതിന് വചനത്തിൽ ഇപ്രകാരം കാണുന്നു: ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പേ. ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ, ചില വിഷയങ്ങളുടെ നടുവിൽ ഭയപ്പെടുന്നുണ്ടായിരിക്കാം. സ്തോത്രം. ചില രോഗങ്ങൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. ചില അന്ധകാര മണ്ഡലങ്ങൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. ജോലി മേഖലകളിൽ ചില പ്രശ്നങ്ങൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പേ. യുദ്ധം നമുക്ക് വേണ്ടി ദൈവം ചെയ്യും. ഹല്ലേലൂയ. അതേ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഭയപ്പെട്ട അനേകം അനുഭവങ്ങൾ ജീവിതത്തിൽ കാണുമായിരിക്കാം. പക്ഷെ ഈ പ്രഭാതത്തെ ഞാൻ വിളിച്ചു പറയട്ടെ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പേ. ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി സ്തോത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം, ഉറച്ചു നിൽക്കുന്നവന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തെ രണ്ടാക്കി മാറ്റുന്നതായ സർവശക്തനായ ദൈവം, യുദ്ധവീരനായിരിക്കുന്ന ദൈവം, സർവ സൈന്യാധിപനായിരിക്കുന്ന ദൈവം, യേശുവിന്റെ ദൈവം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ഇറങ്ങുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങളെ കണ്ട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 14-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവേ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയല്ല. ആമീൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ സ്തോത്രം. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അതിന് മോശ ജനത്തോട്. അപ്പോ ഏതോ ഒരു കാര്യം അതിന് തൊട്ട് മുമ്പായിട്ട് നടന്നു, അതിന് മറുപടിയാണ് മോശ ഇവിടെ കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അത് എന്ത് കാര്യമാണെന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ കാണുവാൻ സാധിക്കുന്നു. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കളെ യഹോവയോട് നിലവിളിച്ചു. ഈ ഒരു അനുഭവമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തന്നെ പിൻപറ്റി വരുന്ന, തങ്ങളെ പിടിക്കുവാൻ, തങ്ങളെ വീണ്ടും അടിമകളാക്കി കൊണ്ടുപോകുവാൻ പിന്നിൽ നിന്ന് കടന്നു വരുന്ന മിസ്രൈമിനെ കണ്ടുകൊണ്ട് ജനം ഭയപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു? യഹോവയോട് നിലവിളിക്കുവാൻ ഇടയായി തീർന്നു. മോശയ്ക്ക് നേരെ പിറുപിറുക്കുവാനായിട്ട് ഇടയായി തീർന്നു. മരുഭൂമി മരിക്കുവാനാണോ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത് എന്നൊരു ചോദ്യം അവിടെ ഉന്നയിച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു? അവർ പിറുപിറുക്കുവാനായിട്ട് ഇടയായിത്തീരുന്ന ഒരു അനുഭവം അവിടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അതിന് മോശ അവിടെ ജനത്തോട് മറുപടി പറയുന്ന അനുഭവമാണ്. ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവ പൈതലെ, മുന്നിലും പിന്നിലും പ്രതികൂലങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതവണ്ണം നിന്റെ പിന്നിൽ നിന്ന് കടന്നു വന്ന് നിന്നെ പിൻപറ്റുന്ന ചില ശക്തികളെ കണ്ടുകൊണ്ട് നീ ഭയപ്പെടുമ്പോ നീ ഇതിലേക്ക് ഇറങ്ങി തിരിക്കേണ്ടയായിരുന്നോ? ആയിരുന്നാ മതി എന്ന ചിന്തകൾ നിന്റെ മൈൻഡിനകത്ത് കൊണ്ടുവന്ന് നിന്നെ ഭയപ്പെടുത്തുമ്പോ, ചില വിഷയങ്ങൾ നിന്നെ ഭയത്തിലേക്ക് വലിച്ച് അടുപ്പിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ പിന്നിൽ വരുന്ന സൈന്യത്തെ കണ്ട് നീ ഭയപ്പെടണ്ട. അവർക്ക് ചെങ്കടൽ വരെ വരുവാനായിട്ട് കഴിയത്തുള്ളൂ. നീ ചെങ്കടൽ കടക്കും. ഹല്ലേലൂയ. നിന്നെ പിൻപറ്റുന്ന സൈന്യം ചെങ്കടൽ താഴുവാനായിട്ട് ഇടയായിത്തീരാ. ഈ പ്രഭാതത്തിൽ ഉറച്ചു വിശ്വസിക്കുക, യുദ്ധം നിങ്ങൾക്ക് വേണ്ടി
ദൈവം ചെയ്യും. ഹല്ലേലൂയ. അതേ സ്തോത്രം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഉറച്ചു നിൽക്കാൻ, ചഞ്ചലിച്ചു പോകണ്ട, അധൈര്യപ്പെട്ടു പോകണ്ട, ഉറപ്പ് ധൈര്യത്തോടും ആയിരിക്കുവാൻ ഇടയായി തീർന്ന സ്തോത്രം. അവിടെ ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പി. ഹല്ലേലൂയ. അതെ, ചില വിഷയങ്ങൾ കണ്ട് നീ ഭയപ്പെടാതെ, നീ ആകുലപ്പെട്ടു പോകാതെ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, എബ്രായർ ബാലന്മാർ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായപ്പോ, അതേ സ്തോത്രം, തീയുടെ ശക്തിയെ കെടുത്തിക്കൊണ്ട് ഒരു കേടും പറ്റാതെ പുറത്തെടുത്തതായ സ്വർഗത്തിലെ ദൈവം, നീ കടന്നു പോകുന്ന പ്രയാസഘട്ടങ്ങളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, അതിനകത്തുനിന്ന് ഒരു കേടും പറ്റാതവണ എന്റെ ദൈവം തമ്പുരാൻ നിന്നെ വിടുവിച്ചു പുറത്തെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. നാം ചെയ്യേണ്ട ഒരു കാര്യം, പ്രതിസന്ധികൾ കടന്നു വരുമ്പോ ചിലതിനൊക്കെ കണ്ടിട്ട് ആടി ഉലഞ്ഞു പോകല, ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടിയാ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഉറച്ചു നിൽക്കുന്നവന് മുമ്പിലാണ് എന്റെ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്നത്. ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്നത്. അങ്ങനെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ദൈവ പൈതലേ, നിന്നോട് പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, അതിമഹത്തായ ചില ദൈവിക വിടുതലുകൾ, ദൈവിക അത്ഭുതങ്ങൾ, ദൈവിക കരുതലുകൾ, സ്തോത്ര ഹല്ലേലൂയ, ഈ പ്രഭാതത്തിൽ ദൈവം നിന്റെ മേൽ വെളിപ്പെടുത്തി തന്നുകൊണ്ട് ദൈവം നിന്നെ മാനിക്കുവാനായിട്ട് ഇടയായിത്തീരാ. ഇവിടെ കൊണ്ട് തീരാ, ചെങ്കടൽ തീരുമെന്നോ, ചെങ്കടൽ തീരുമെന്ന് ശത്രുഗണം വാദിക്കുമ്പോ ഹല്ലേലൂയ, ചെങ്കടലിനെ മറികടക്കുവാൻ ആവശ്യമായ അസാധാരണമായ ആത്മാവിന്റെ ശക്തിയെ, അസാധാരണമായ ആത്മാവിന്റെ കൃപയെ ഈ രാത്രി പകൽക്കാലം ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് പകരികയാ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ തളർന്നു പോകത്തില്ല, നാം ക്ഷീണിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, സ്തോത്രം. ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവേ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. പ്രിയതേ മക്കളെ, ദൈവം വെറുതെ ഒരു കാര്യം നമ്മോട് പറയുകയില്ല. ദൈവം എന്തെങ്കിലും പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്നോടൊരു വാക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ അതിനെ ഉറച്ചു വിശ്വസിച്ച് നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ അത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ കാണുമാറാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ അതിൽ അടി ഉറച്ചു വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാൾ കാണുകയില്ല. സ്തോത്ര. ഹല്ലേലൂയ. അതേ സ്തോത്ര. അവർ ഭയപ്പെട്ട ചിലതിനെ അവരുടെ മുമ്പിൽ നിന്ന് ഒരു നാൾ കാണാതെ കൊണ്ട് മാറ്റിയതുപോലെ നിന്നെ ഭയപ്പെടുത്തിയ ചില വിഷയങ്ങളെ ഈ പകൽക്കാലം പരിശുദ്ധാത്മ നിന്റെ മുമ്പിൽ നിന്ന് എന്നേക്കുമായി എടുത്തു മാറ്റുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. അതേ സ്തോത്ര. അല്പസമയത്തേക്ക് മാറി നിൽക്കുകയല്ല. സ്തോത്ര. എന്നേക്കുമായിട്ട്. ഹല്ലേലൂയ. എന്താണ് നിന്റെ ജീവിതത്തിൽ ഭയപ്പെടുത്തിയത്? രോഗമാണോ നിന്നെ ഭയപ്പെടുത്തിയത്? അതേ സ്തോത്ര. സാമ്പത്തിക തകർച്ചയാണോ നിന്നെ ഭയപ്പെടുത്തിയത്? മറ്റുള്ളവരാൽ നിനക്ക് കടന്നു വന്ന ചില പ്രയാസങ്ങളാണോ നിന്നെ ഭയപ്പെടുത്തിയത്? എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിന് ഈ പകൽക്കാലം ദൈവം നിന്റെ ജീവിതത്തിനകത്തുനിന്ന് എന്നേക്കുമായി മാറ്റിക്കളയും. സ്തോത്ര. ഹല്ലേലൂയ. ദുഷ്ടന്റെ ഇടം നീ നോക്കും, അവനെ കാണുക പോലുമില്ല. ഈ പ്രഭാതത്തിൽ ചിലതിന്റെ ഇടത്തേക്ക് നീ നോക്കിയ നിന്നെ ഇതുവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന വിഷയങ്ങൾ അവിടെ കാണാത്തവണ, ചില രോഗശക്തികളാകട്ടെ, ചില പ്രതിസന്ധികളാകട്ടെ, നീ അവിടെ നോക്കിയാലും, എത്ര സ്കാനിങ് ചെയ്താലും, എത്ര തന്നെ ടെസ്റ്റുകൾ ചെയ്താലും അവിടെ കാണാത്തവണ്ണം. ഹല്ലേലൂയ. ദൈവത്തമ്പുരാൻ ചിലതിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്ന പ്രഭാതം അത്രേ. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കുക എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ദൈവം ഈ പകൽക്കാലം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി ഈ പകൽക്കാലം വിടുതലുകൾ അയക്കും. സ്തോത്ര. ഹല്ലേലൂയ. ഭയപ്പെട്ട വിഷയം ദൈവം നിന്റെ മുമ്പിൽ നിന്ന് മാറ്റി തരുവാനായിട്ട് ഇടയായിത്തീരും. കാരണം ഭയം കൊണ്ട് വാഗ്ദത്തത്തിലേക്ക് കയറുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതേ സ്തോത്ര. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ എന്റെ ദൈവത്തിന് നമ്മോട് പറയാനായിട്ടുള്ള, നീ ഭയപ്പെടേണ്ട, നിന്നോട് കൂടെയുള്ളവൻ അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനത്രേ. ഹല്ലേലൂയ. ഈ വലിയ സമൂഹത്തെ കണ്ട് നീ ഭയപ്പെടേണ്ട. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ഹല്ലേലൂയ. ഒരു ദൈവ പൈതന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവമത്രേ. യുദ്ധവീരനായിരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഈ പ്രഭാതത്തിലും ഇറങ്ങുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, യഹോവയെ ദൈവം മോശയോട് പറയുന്നുണ്ട്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുവാൻ പറഞ്ഞിട്ട് യഹോവയെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. അവര് എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ ജനതയോട് പറയുക. പ്രിയതേ മക്കളെ, ദൈവത്തിന് ഒരു കാര്യമേ ചെയ്യാനായിട്ടുള്ളൂ. നാം ചെയ്യേണ്ട ദൈവപ്രവൃത്തിക്ക് വേണ്ടി നാം അവിടെ ഒതുങ്ങി നിൽക്കാൻ നാം മുന്നോട്ട് പോകണം. സ്തോത്രം.
ഹല്ലേലൂയ. ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമോ, നാം അവിടെ ഒതുങ്ങുകയല്ല, ചിലതിനെ കണ്ട് ഭയപ്പെട്ട് പിന്മാറിപ്പോകുകയല്ല, നാം മുന്നോട്ട് പോകണം. ഹല്ലേലൂയ, സ്തോത്രം. അതേ സ്തോത്രം, ദഹിപ്പിക്കുന്ന അഗ്നിയായി ദൈവം നമുക്ക് മുമ്പായി കടന്നു പോകുന്നുണ്ട്. അതെ, അതുകൊണ്ട് നമുക്ക് മുമ്പായി സർവശക്തനായി ദൈവം കടന്നു പോകുന്നുണ്ട്. ഉറപ്പോടും ധൈര്യത്തോടു കൂടി ഞാൻ നിങ്ങൾ മുന്നോട്ട് പോകണം. അവിടെയാ ചെങ്കട് രണ്ടായിട്ട് മാറുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഇസ്രായേൽ ജനം കടന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. സ്തോത്രം. അതേ സ്തോത്രം, വെള്ളം മതിലായി അവർക്ക് നിന്നു. സ്തോത്ര. അവർ ഭയപ്പെട്ടത്, അവരുടെ മുന്നിൽ നിന്ന് ഭയപ്പെട്ടത് എല്ലാം സ്തോത്ര അവരുടെ ജീവിതത്തിനകത്ത് ദൈവം മാറ്റിക്കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ 19-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, അനന്തരം ഇസ്രായേലിന്റെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭം അവരുടെ മുമ്പിൽ നിന്ന് മാറി പിന്നിൽ പോയി നിന്ന്. സ്തോത്ര. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അവിടെ ദൈവം പുതിയ തലങ്ങളെ ദൈവം ഓപ്പൺ ചെയ്യുക. എന്താ ചെയ്തത്? ഇസ്രായേൽ ജനം മുന്നോട്ട് പോകുമ്പോ യഹോവയെ ദൈവം എന്ത് ചെയ്യുന്നു? ദൂതൻ എന്ത് ചെയ്യുന്നു? അവർക്ക് മുമ്പായി നടക്കുന്നു. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഒരു ദൈവ പൈതന് മുമ്പായിട്ട് ദൈവത്തിന്റെ ദൂതൻ ഉണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. സകല വൈരികളെ ദഹിപ്പിക്കേണ്ടതിന്, നിനക്ക് വിരോധവും പ്രതികൂലമായി കടന്നു വരുന്ന സകലതിനെ നിന്റെ മുമ്പിൽ നിന്ന് ദഹിപ്പിച്ച് കളയേണ്ടതിനായിട്ട് ഒരു ദൈവ പൈതന്റെ മുമ്പായിട്ട് ദൈവത്തിന്റെ ദൂതൻ നടക്കുക. അവൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രക്കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുന്നതായ സർവശക്തനായ ദൈവ നിനക്ക് മുമ്പായി നടക്കുന്നു എന്ന് ഈ പകൽക്കാലം നീ ഉറച്ചു വിശ്വസിക്കുക. ഹല്ലേലൂയ. സൈന്യത്താലോ ശക്തിയാലോ അല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാ. ഹല്ലേലൂയ. ചില പ്രതികൂലങ്ങൾ ഈ പകൽക്കാലം നിങ്ങളെ വിട്ടു മാറുന്ന പകൽക്കാലം അത്രേ. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അവർക്ക് മുമ്പായി നടന്നതായ ദൈവത്തിന്റെ ദൂതൻ അവിടെ നിന്ന് മാറി എന്ത് ചെയ്തു? അവരെ പിന്നാലെ നടന്നു. കാരണം എന്താ? അവരെ പിന്നാലെ നോക്കിയ മിസ്രൈമ്യർ വരുന്നത് കണ്ട് ഭയപ്പെട്ടത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവം തന്റെ ദൂതന്റെ സ്ഥാനങ്ങളെ ദൈവം മാറ്റും. എന്തിനാ? നീ ഭയപ്പെട്ട ഇടത്തേക്ക് ദൈവം നിർത്തും. നീ ഭയപ്പെടാതെ വാഗ്ദത്തത്തിലേക്ക് കടക്കേണ്ടതിന്, നീ ഭയപ്പെടാതെ വിടുതലിലേക്ക് കടക്കേണ്ടതിന്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ദൈവത്തിന്റെ ദൂത് മുമ്പിൽ നിന്ന് പിറകിലേക്ക് മാറ്റി നിർത്തി. ഹല്ലേലൂയ. അവര് പിന്നാലെ നടന്നു. എന്റെ അവിടെ കാണുന്നു, മേഘസ്തംഭവും അവരുടെ മുന്നിൽ നിന്നും മാറി പിന്നിൽ പോയി നിന്ന്. സ്തോത്ര. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്രകാരമാണ്. ഒരു ദൈവ പൈതൽ നടക്കുമ്പോ, ഒരു ദൈവ പൈതൽ പ്രതിസന്ധി കൂടി കടന്നു പോകുമ്പോ അവിടെ എന്തെല്ലാം കർത്താവിന് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതൊക്കെയും സ്വർഗത്തിലെ ദൈവം ചെയ്ത് എടുക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. രാത്രി മുഴുവനും പകൽ മേഘസ്തംഭം കൊണ്ട്, രാത്രി അഗ്നിസ്തംഭം കൊണ്ട് വഴി നടത്തിയ ദൈവം. പ്രിയ ദൈവമക്കളെ, സ്തോത്ര. മിസ്രൈമിന് സ്തോത്ര മേഘവും അന്ധകാരവുമായിരുന്നപ്പോ ഇസ്രായേലിന് രാത്രിയെ പ്രകാശമാക്കി കൊടുത്ത ഒരു സർവശക്തനായ ദൈവമത്രേ നമ്മോട് കൂടെയുള്ളത്. ഈ രാത്രി പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ചില രാത്രിയുടെ അനുഭവങ്ങളെ ദൈവം തമ്പുരാൻ പ്രകാശമാക്കി തീർക്കാൻ പോക്കിയ ചില രോഗത്തിന്റെ രാത്രികളായിരിക്കാം നിന്നെ അലട്ടുന്നത്, ഭയപ്പെടുത്തുന്നത്. ചില പ്രയാസഘട്ടങ്ങൾ, ചില പ്രതികൂലങ്ങൾ ഹല്ലേലൂയ നിന്നെ രാത്രിയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചിട്ട് നിന്നെ തപ്പി തടയിപ്പിക്കുമ്പോ, നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്തവണ അന്ധകാരമായിട്ട് നിൽക്കുമ്പോ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ രാത്രിയെ പ്രകാശമാക്കി തീർത്തുകൊണ്ട് നിന്നെ വാഗ്ദത്തത്തിലേക്ക് കയറ്റിവിടുക സർവശക്തനായ ദൈവത്തിന്റെ കര, സർവവ്യാപിയായിരിക്കുന്ന ദൈവത്തിന്റെ കര ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. അവിടെ കാണുന്നു, രാത്രിയെ പ്രകാശമാക്കി തീർത്തു കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. അതേ അവിടെ വചനത്തെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നു. ഇസ്രായേലിന്റെയും മിസ്രൈമിന്റെയും മധ്യത്തിൽ സഞ്ചരിച്ചുകൊണ്ട് മേഘസ്തംഭം അന്ധകാരത്തിൽ തന്റെ ജനത്തെ അത്ഭുതകരമായി സംരക്ഷിച്ചു. അതേസമയം ഇസ്രായേലിനെ സമുദ്രം തരണം ചെയ്യുവാൻ ദൈവത്തിന്റെ അഗ്നിസ്തംഭം അവർക്ക് വെളിച്ചം നൽകി. ഹല്ലേലൂയ. അതേ, നിനക്ക് ചിലത് കടക്കേണ്ടതിനായിട്ട് വെളിച്ചത്തെ ദൈവം പകർന്നു തരും.
വരാം. നീ ഇന്ന് സ്തോത്രം മുന്നോട്ട് പോകാൻ കഴിയാതെ അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന വ്യക്തിയായിരിക്കാം. സ്തോത്ര കൂരിരു പോലെ ഇരുട്ടിന്റെ അനുഭവങ്ങൾ, ചില രോഗങ്ങൾ, ചില പ്രയാസങ്ങൾ നിന്റെ ജീവിതത്തെ അലട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ അഗ്നിസ്തംഭമായിരിക്കുന്ന ദൈവ ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിൽ പ്രകാശത്തെ പരത്താൻ പോകുക. നിന്റെ ജീവിതത്തിന് ഇരുളിന്റെ അനുഭവങ്ങളെ മാറ്റാൻ പോകുക. ഈ രാത്രിയുടെ അനുഭവങ്ങളെ നിന്റെ ഭവനത്തിനകത്തുനിന്ന് ദൈവം എടുത്ത് മാറ്റാൻ പോകുക. നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കി തീർക്കും. ഹല്ലേലൂയ. ചിലരുടെ അന്ധകാരത്തെ പ്രകാശമാക്കി തീർത്തുകൊണ്ട് ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക്, ദൈവിക വിടുതലിലേക്ക് സ്വർഗത്തിലെ ദൈവം കരം പിടിച്ച് കയറ്റുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. യഹോവേ ദൈവം ഇസ്രായേൽ ജനതയോട് പറഞ്ഞു, ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ നീ ഒരു നാള് കാണുകയില്ല. അതേ പ്രിയ ദൈവ പൈതലേ, അവർ എന്നാണോ ഭയപ്പെട്ടത് ആ രാത്രി തന്നെ സ്തോത്ര അവരുടെ മുമ്പിൽ നിന്ന് ആ പ്രതികൂലത്തെ ദൈവം മാറ്റിക്കൊടുത്തു. അവിടെ നമുക്ക് വചനത്തിൽ ലാസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 30-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുമ്പോ ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലിനെ മിസ്രൈമിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രൈമ്യർ കടൽക്കരയിൽ ചത്തിരിഞ്ഞു കിടക്കുന്നത് ഇസ്രായേൽ കാണുകയും ചെയ്തു. ഭയപ്പെട്ട വിഷയത്തെ ജീവിതത്തിനകത്തുനിന്ന് എന്നേക്കുമായി നിർമ്മലീകരിച്ചു കൊടുത്ത, നീക്കിക്കളഞ്ഞ ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക. ദൈവം നിന്നെ ചിലതിനകത്തുനിന്ന് വിടുവിക്കും. ദൈവം നിന്നെ ചിലതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരിക. നിന്റെ മേൽ ആധിപത്യം ചെലുത്തിയ, നിന്നെ മുന്നോട്ട് വിടാൻ കഴിയാതെ വേണം, പോകാൻ കഴിയാതെ വേണം, നിനക്ക് മുന്നോട്ട് സഞ്ചരിക്കുവാൻ കഴിയാതെ വേണം, വിലങ്ങും തലങ്ങുമായി നിന്ന ചിലതിനെ ദൈവം തമ്പുരാൻ നിന്റെ ജീവിതത്തിനകത്തുനിന്ന് ഈ പകൽക്കാലം എടുത്തു മാറ്റും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ഭയപ്പെട്ട രാത്രി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മിസ്രൈമെ കടക്കരയിൽ ചത്രിഞ്ഞ് കിടക്കുന്നത് അവരുടെ കണ്ണുകൊണ്ട് കണ്ടോ. യഹോവയെ ദൈവം എന്താ പറഞ്ഞത്? ഇന്ന് ഞാൻ നിനക്കായി ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ നീ ഒരു നാളും കാണുകയില്ല. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ ഉറച്ച് വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ഇതുവരെ നിന്നെ അലട്ടിക്കൊണ്ടിരുന്ന, നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന, നിന്റെ രാത്രിയുടെ അനുഭവത്തിലേക്ക് നിന്നെ എത്തിച്ചുകൊണ്ടിരുന്ന സകല വിഷയങ്ങളെയും സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം കൈകാര്യം ചെയ്യും. നീ ഉറച്ചു നിൽക്ക. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാൾ നീ കാണുകയില്ല. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു മെഡിസിൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് രോഗങ്ങൾ കടന്നു വരാം, പ്രശ്നങ്ങൾ വീണ്ടും കടന്നു വരാം. പക്ഷേ ഒരു നാളും കാണാത്തവണ്ണം ചിലതിനെ ദൈവം നിന്റെ മുമ്പിൽ നിന്ന് മാറ്റിക്കളയും. ഹല്ലേലൂയ. അതേ ഒരു പ്രശ്നമുണ്ടായി എന്ന് പോലും പറയുവാൻ ഇടയാകാത്തവണ്ണം ചിലരെ ഈ പകൽക്കാലം വാഗ്ദത്തത്തിലേക്ക് ഓട്ടിച്ച് കയറ്റുന്ന പകൽക്കാലം അത്രേ. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി രാത്രിയെ പ്രകാശമാക്കി തീർത്ത ദൈവം നിന്റെ ജീവിതത്തിൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറേണ്ടതിനു വേണ്ടി എന്റെ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തെ പ്രകാശമാക്കി തീർക്കും. പ്രിയതേ മക്കളെ, സ്തോത്രം. എന്റെ കർത്താവിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി ചലിക്കും. അവിടെ കാണുവാൻ സാധിക്കുന്നു. 21-ാം വാക്യത്തിൽ കാണുന്നു, മോശ കടലെ മേക്കായി നീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനോ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഒരിക്കലും വേർപിരിയില്ല എന്ന് പറഞ്ഞ് നിന്ന വിഷയം അവിടെ വേർപിരിയുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തു. നിനക്കെതിരായി നിൽക്കുന്ന ചില കൂട്ടുകെട്ടായിരിക്കാം, നിന്റെ മുമ്പിൽ നിന്ന് വിളിക്കുന്ന ചില പ്രയാസങ്ങളായിരിക്കാം. ഇതൊരിക്കലും എന്റെ മുമ്പിൽ നിന്ന് പോകത്തില്ല. മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും മുന്നിൽ നിന്ന് പോകാൻ സാധ്യതയില്ലായിരിക്കും. പക്ഷേ എന്റെ ദൈവം നിന്റെ മേൽ അയക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന വിടുതന്റെ സമയമാകുമ്പോ ഏത് ചെങ്കടൽ രണ്ടാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ. ഏത് വെല്ലുവിളികളെ ദൈവം രണ്ടാക്കി മാറ്റും. ഹല്ലേലൂയ. കാരണം അതിന്റെ നടുവിൽ കൂടിയാ നീ കടക്കേണ്ടത്. അതിന്റെ മുൻപിൽ കൂടി, അതിന്റെ പിന്നിൽ കൂടി അല്ല കടക്കേണ്ടത്. അതിന്റെ നടുവിൽ കൂടി നിന്നെ ഭയപ്പെടുത്തിയ, നിന്നെ മുന്നോട്ട് വിടാതവണ നിർത്തിയ വിഷയം ഏതാണ്? അതിന്റെ നടുവിൽ കൂടിയ പ്രിയ ദൈവപൈതലേ നിനക്കൊരു യാത്രയുള്ളത്. അതിന്റെ നടുവിൽ കൂടിയ നിനക്കൊരു വാഗ്ദത്തത്തിലേക്ക് കടക്കാനായിട്ടുള്ളത്. അങ്ങനെ ആ പ്രശ്നത്തെ തന്നെ ദൈവം രണ്ടാക്കി മാറ്റുവാനായിട്ട് ഇടയായിത്തീരാ. അവിടെ കാണുവാൻ സാധിക്കുന്നു, ഇസ്രായേൽ മക്കൾ കടന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. ഹല്ലേലൂയ. ആ പ്രശ്നത്തെ മതിലാക്കി നിർത്തിക്കൊണ്ട്
ആ ചെങ്കടലിനെ രണ്ടാക്കി മാറ്റി മതിലാക്കി നിർത്തിക്കൊണ്ട് ദൈവം ഇസ്രായേൽ ജനതയെ മുന്നോട്ട് എത്തിക്കാനായിട്ടിടയെ തീർന്നുവെക്ക്. ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചില പ്രശ്നങ്ങളെ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മുന്നോട്ട് പോകാൻ കഴിയാതെ നിന്നെ പിറകിലേക്ക് വലിപ്പിച്ചു നിർത്തുന്ന ചില പ്രശ്നങ്ങളെ ദൈവം തമ്മിൽ രണ്ടാക്കി മാറ്റും. അതിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി, ഹല്ലേലൂയ, ഉണങ്ങിയ നിലത്തുകൂടി, ഹല്ലേലൂയ, ഈ പകൽക്കാലം ആരെയൊക്കെയോ കർത്താവ് ധൈര്യപ്പെടുത്തുകയാ. സ്തോത്രം, ഹല്ലേലൂയ. എങ്ങനെ ഈ ചെങ്കടൽ കടക്കും, എങ്ങനെ ഈ പ്രശ്നം സോൾവ് ചെയ്യും, എങ്ങനെ ഈ പ്രതിസന്ധി ഞാൻ മറികടക്കും, എങ്ങനെ ഈ തീയുടെ അനുഭവത്തെ നീ ഓവർകം ചെയ്യുമെന്ന് ചോദിക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കൃപ ദൈവം നിന്റെ മേൽ പകരും, ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ പകരും. എന്റെ ദൈവത്താ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ചലും, എന്റെ ദൈവത്താ ഞാൻ മതിച്ചാടി കിടക്കും. അങ്ങനെ പ്രിയ ദൈവ പൈതലെ, മുമ്പിൽ പിന്നിൽ നിൽക്കുന്ന വിഷയത്തെ കണ്ട് ഒരു ദൈവ പൈതൽ ഭയപ്പെടണ്ട. നീ വെള്ളത്തിൽ കൂടി ചിലപ്പോൾ കടക്കും, നദികളിൽ കൂടി കടന്നു പോകും, തീയുടെ അനുഭവങ്ങൾ കടന്നു വരാം, അഗ്നിയുടെ അനുഭവങ്ങൾ കടന്നു വരാം. പക്ഷേ അവിടെയൊക്കെയും സർവശക്തനായിരിക്കുന്ന ദൈവം നിന്റെ കൂടെ ഇരിക്കുവാനായിട്ടിടയായി തരും. നിന്നെ തനിച്ച് വിടാത്തൊരു കർത്താവ്. ചെങ്കടൽ കണ്ട് ലോകം നിന്റെ കൂടെ നിൽക്കുന്നവർ നിന്നെ വിട്ടിട്ട് മാറിപ്പോകുമ്പോ ചെങ്കന്റെ മധ്യത്തെ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കർത്താവ്, ആ ചെങ്കന്റെ നടുവിൽ കൂടി തന്നെ നിന്നെ കടത്തിവിടുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാമോ? ചില ചെങ്കടകളെ രണ്ടായി മാറും. അതേ, സ്തോത്രം, ഹല്ലേലൂയ. അതേ, കടന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽ ജനതയെ വഴി നടത്തിയതായ ദൈവം, വെള്ളം മതിലാക്കി നിർത്തിയതായ ദൈവം, ഹല്ലേലൂയ. പകൽ മേഘസ്തംഭം കൊണ്ടും രാത്രി അഗ്നിസ്തംഭം കൊണ്ടും ഇസ്രായേൽ ജനതയെ വഴി നടത്തിയതായ ദൈവം, പ്രഭാതത്തിൽ പ്രിയതേ മക്കളെ രാത്രിയുടെ അനുഭവങ്ങളെ പ്രകാശമാക്കി തീർത്തതായ ദൈവം, ഹല്ലേലൂയ. ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിന്റെ ലൈഫിനെ ദൈവം മാറ്റുവാനായിട്ട് എത്തും. നീ പലർക്കും ഒരു അത്ഭുതമായി തീരും. അതേ, സ്തോത്ര, കടന്നു വന്ന പ്രശ്നങ്ങൾ നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് അകറ്റി നിർത്തി കാണുമായിരിക്കാം. അതേ, വേദന ഉളവാക്കിച്ച് കാണുമായിരിക്കാം. എന്തുകൊണ്ട് കർത്താവേ ഞാൻ ഇതൊക്കെ ഇറങ്ങി തിരിച്ചിട്ട് ഇതൊക്കെ ജീവിതത്തിൽ കടന്നു വന്നല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ജീവിതത്തിൽ എവിടെയൊക്കെ നിരാശകൾ കടന്നു വന്ന് കാണും. ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ആ നിരാശയുടെ അനുഭവങ്ങളെ വിട്ടുകളയുക. ചെങ്കടലുണ്ട്, ചെങ്കടലില്ല എന്ന് ഞാൻ പറയില്ല. അതേ, സ്തോത്ര, പക്ഷേ ചെങ്കടലിലും ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ചെങ്കടലിനെ രണ്ടാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതേ, സർവ്വസൈന്യാധിപനായിരിക്കുന്ന ദൈവം, ഏകനായിരുന്ന മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. നമുക്ക് ചെങ്കടലെ കാണാൻ കഴിയുള്ളൂ. പക്ഷേ ആ ചെങ്കടലിന്റെ മുമ്പിൽ നീ നിന്ന് എന്തായി തീരുമെന്ന് ചോദിക്കുമ്പോ അതിന്റെ നടുവിൽ ഒരു വഴി ഉണ്ട് എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ സത്യം ഈ പൽക്കാലം ആരേക്ക് കർത്താവ് കേൾപ്പിക്കാൻ പോകുക. ഹല്ലേലൂയ. ചെങ്കടൽ നിന്റെ അവസാനമല്ല, നിന്റെ വാഗ്ദത്തത്തിലേക്കുള്ള വഴി തുറക്കുന്ന ഇടമത്രേ. ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ചെങ്കടൽ നിന്റെ അവസാനമല്ല, ചെങ്കടൽ വാഗ്ദത്തത്തിലേക്കുള്ള വഴി തുറക്കുന്ന ഒരു ഇടമാണ്. അങ്ങനെയൊക്കെ ഈ പ്രഭാതത്തിൽ ഉറച്ചു വിശ്വസിക്കുക. സർവശക്തനായ ദൈവത്തിന്റെ കര നമുക്ക് വേണ്ടി ചലിക്കും. ഭയപ്പെടേണ്ട, ഉറച്ച് നിൽക്കുക. സ്തോത്രം. അധൈര്യപ്പെട്ടു പോകണ്ട, നിരാശപ്പെട്ടു പോകണ്ട, മനസ്സ് പതറിപ്പോകണ്ട. സ്തോത്ര. നിന്റെ ഉള്ളം കരത്തിൽ കർത്താവ് വഹിച്ചിട്ടുണ്ട്. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ. ഹല്ലേലൂയ. എന്റെ ഉള്ളം പ്രസാദിക്കുന്ന വൃതൻ. ഹല്ലേലൂയ. അതെ, എന്റെ ദൈവത്തിന്റെ കര നിനക്ക് വേണ്ടി അനുകൂലമായി തീരും. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ഞാൻ പ്രവർത്തിക്കും, ആർ തടയും? ഹല്ലേലൂയ. ദൈവ പ്രവൃത്തിയെ ആർക്കും തടയാൻ കഴിയാത്ത രീതി, ദൈവപ്രവൃത്തി ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത രീതി, ഒരു അസാധാരണമായ ദൈവപ്രവൃത്തിയെ പരിശുദ്ധാത്മ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പേ. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവം കരകളേൽപ്പിക്കുന്നു. സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കൃപ, സർവവ്യാപിയായിരിക്കുന്ന ദൈവത്തിന്റെ കൃപ, യുദ്ധവീരനായിരിക്കുന്ന ദൈവത്തിന്റെ കൃപ തന്റെ ജനത്തിന്റെ മേൽ പകരട്ടെ. അവർ കഴിഞ്ഞ നാളുകളിൽ ഭയപ്പെട്ട ചിലതിന്റെ നടുവിൽ ഈ പകൽക്കാലം ഉറച്ചു നിന്നും മുന്നോട്ട് യാത്ര ചെയ്ത് ആ പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ ഇവർ കർത്താവെ വാഗ്ദത്തത്തിലേക്ക് കയറട്ടെ. അപ്പൊ ആ കടന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ ഇസ്രായേൽ ജനതയെ വഴി നടത്തിയ ദൈവ, വെള്ളം മതിനാക്കി നിർത്തിയ ദൈവ, രാത്രിയെ പ്രകാശമാക്കി തീർത്തതായ ദൈവ, തന്റെ ജനത്തിന്റെ രാത്രിയുടെ അനുഭവങ്ങളെ
സ്തോത്ര പ്രകാശമാക്കി തീർത്തുകൊണ്ട് ദൈവിക വാഗ്ദത്തത്തിലേക്ക് ഈ പ്രഭാതത്തിൽ അവരെ കരം പിടിച്ച് കയറ്റണമേ. ഈ പകൽക്കാലം ഇവര് ഭയപ്പെട്ട ചിലതിന്റെ നടുവ് ദൈവം പേരുവഴികളെ തുറക്കുന്നതിനായി സ്തോത്ര ചെയ്യുന്ന ഭയപ്പെട്ടതിനെ ഇവരുടെ മുമ്പിൽ നിന്ന് എന്നേക്കുമായിട്ട് ദൈവം തമ്മിൽ നിർമൂലീകരിക്കുന്നതിനായി സ്തോത്ര ചെയ്യുന്നു. രോഗത്തിൽ, ഭാരത്തിലും പ്രയാസത്തിലും ഭയപ്പെട്ട് ആകുലപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് ഈ പ്രഭാതത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. ചില സൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ കർത്താവേ, എന്റെ ദൈവത്ത യഹോവ ഈരെ, യഹോവ ഷമ്മ, യഹോവ റാഫയായി, യഹോവ നിസ്സിയായി കർത്താവേ തന്റെ ജനത്തിനു വേണ്ടി ഈ പകൽക്കാലം വെളിപ്പെടുന്നതിനായി സ്തോത്രം. നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.